ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 87 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. 1 ദിനവൃത്താന്തം 7 മുതൽ 10 വരെ, യോഹന്നാൻ 19 അധ്യായം. ഇതായിരുന്നു പോർഷൻസ്. ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൻസേഴ്സ് റിവീൽ ചെയ്യാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: വീടുകൾ അല്ലെങ്കിൽ കൊട്ടാരങ്ങൾ എന്നർത്ഥം വരുന്ന ഒരു പദം ഏത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം ആകാരങ്ങൾ. 1 ദിനവൃത്താന്തം 9:33 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: യഹോവയുടെ ആലയത്തിന്റെ അധിപനായിരുന്ന വ്യക്തി ആര്? ഉത്തരം ഹിൽക്കിയാവിന്റെ മകനായ അസരിയാവ്. 1 ദിനവൃത്താന്തം 9:11 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: പാഠഭാഗത്തിൽ ഒരു സ്ഥലപ്പേര് ഒരു ശരീര അവയവത്തിന്റെ പേരോടുകൂടെ ആരംഭിക്കുന്നു. ഏതാണത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം തലയോടിടം. യോഹന്നാൻ 19:17 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ അവയവം തല. നാലാമത്തെ ക്വസ്റ്റ്യൻ: യേശു ധരിച്ചിരുന്ന ഒരു വസ്ത്രത്തിന്റെ പേര് പാഠഭാഗത്ത് 3 പ്രാവശ്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. വസ്ത്രം ഏത്? ഈ വസ്ത്രത്തിന്റെ പ്രത്യേകത എന്ത്? ഇതായിരുന്നു ചോദ്യം. വസ്ത്രം അങ്കി. യോഹന്നാൻ 19:23 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 24 ഉണ്ട്. പ്രത്യേകത: തുന്നൽ ഇല്ലാതെ മേൽതൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. യോഹന്നാൻ 19:23 ഈ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഞാനൊരു പുരുഷനാണ്. എൻ്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം മാറ്റിയാൽ വസ്ത്രം എന്ന പദത്തിനെ മറ്റൊരു ഭാഷയിൽ പറയുന്ന വാക്ക് കിട്ടും. എന്നാൽ പുരുഷന്റെ പേരെന്ത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം മിക്ലോത്ത് എന്നുള്ളതാണ്. 1 ദിനവൃത്താന്തം 8:32 വാക്യത്തിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. വസ്ത്രം ഇംഗ്ലീഷിൽ ക്ലോത്ത് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാന്ന് കരുതുന്നു. ശരിയായിട്ടുള്ള ഉത്തരം അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത് 1 ദിനവൃത്താന്തം 11 മുതൽ 14 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും, അതുപോലെ യോഹന്നാൻ 20 അധ്യായത്തിൽ നിന്നുമായിരിക്കും. അപ്പൊ ഈ പോർഷൻസ് നല്ലോണം വായിച്ച് റെഡിയായിരുന്നോളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.